ഇവിടെ തന്നിരിക്കുന്ന ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലാണ്. അതുകൊണ്ട് എക്സിന് 3 വാല്യൂസ് ഉണ്ടാകും. അതാണ് ആൽഫ, ബീറ്റ, ഗാമ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ എക്സിന് ഏത് വാല്യൂ കൊടുത്താലാണ് ഇതിവിടെ 0 ആകുന്നതെന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം 1 ഇട്ട് നോക്കാം. അപ്പം 1 ക്യൂബ് മൈനസ് 2 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 1 പ്ലസ് 2 ഈക്വൽ ടു 1 ക്യൂബ് 1 ആണ്. മൈനസ് 2 ഇൻറ്റു 1 സ്ക്വയർ എന്ന് വെച്ചാൽ 2 ആണ്. മൈനസ് 1 ആണ്, പ്ലസ് 2 ആണ്. അപ്പം നമുക്ക് ഇത് കൂട്ടുമ്പം കിട്ടുന്നത് 1ഉം 2ഉം കൂടെ കൂട്ടിയാൽ 3 കിട്ടും. മൈനസ് 2 മൈനസ് 1ഉം കൂടെ കിട്ടിയാൽ മൈനസ് 3 കിട്ടും. ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 നമുക്ക് ശരിയാണ്. എക്സിൻ്റെ ഒരു വാല്യൂ ആണ് 1. അപ്പോൾ ഇതിൽ നിന്ന് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 കിട്ടും. അതായത് എക്സ് മൈനസ് 1 ഈ എക്സ് ക്യൂബ് മൈനസ് 2 എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 എന്ന പോളിനോമിയലിൻ്റെ ഒരു ഫാക്ടറാണ് എന്ന് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സ് ക്യൂബ് മൈനസ് 2 എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 2 ഇതിനെ നമുക്ക് എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്. 1 കൊടുക്കുക, അത് 0 കിട്ടുന്നുണ്ടോ നോക്കുക. 1 അല്ലെങ്കിൽ അടുത്ത സംഖ്യ 2 അല്ലെങ്കിൽ മൈനസ് 1 അങ്ങനെയൊക്കെ കൊടുത്ത് നോക്കുക. അപ്പം ഇപ്പോൾ 1 കൊടുത്തപ്പോൾ 0 കിട്ടി. അപ്പം എന്താണ് എക്സിൻ്റെ ഒരു വാല്യൂ 1 ആണ്. ഇനി അടുത്ത 2 വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഈ ഒരു തേർഡ് ഡിഗ്രി എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആദ്യം എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ. ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് എക്സ് സ്ക്വയർ കിട്ടും. ഇത് വെട്ടിപ്പോവും. അടുത്ത് മൈനസ് എക്സ് പ്ലസ് 2. ഇനി അടുത്ത് ചെയ്യേണ്ടത് മൈനസ് എക്സ് ആണ്. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ എന്താണ് പ്ലസ് എക്സ് എന്ന് കിട്ടും. ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇത് മൈനസ് ആയിട്ട് പോവും. ഇതാവുമ്പോൾ ഇവിടെ മൊത്തം പ്ലസ് ആവും. ഇത് വെട്ടിപ്പോവും. അടുത്തെന്താണ് മൈനസ് 2x പ്ലസ് 2. ഇനി നമുക്ക് ഇത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഇവിടെ മൈനസ് 2 ഇട്ട് നോക്കുക. മൈനസ് 2x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്, പ്ലസ് 2. ഇത് ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും. അപ്പോൾ ഇതെന്താണ് മൊത്തത്തിൽ വെട്ടിപ്പോയിട്ട് 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്കിത് കിട്ടി. അപ്പോൾ എന്താണ് എക്സ് ക്യൂബ് ഇതിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്നിടാം. അപ്പോൾ എക്സ് മൈനസ് 1 ഫാക്ടറാണ്. ഇനി ഒരു സെക്കൻഡ് ഡിഗ്രിയാണ് കിട്ടിയത്. സെക്കൻഡ് ഡിഗ്രി കിട്ടപ്പം അപ്പോൾ നമുക്ക് ഗുണിക്കുമ്പോൾ മൈനസ് 2ഉം കൂട്ടപ്പം മൈനസും കിട്ടുന്ന 2 സംഖ്യകൾ. അപ്പോൾ നമുക്ക് ചെയ്യാം. 2 കിട്ടാൻ 1 ഇൻറ്റു 2 2 ആണ്. ഇത് മൈനസ് കിട്ടണമെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് മൈനസ് ആവണം. ഇതിലേതെങ്കിലും ഒന്ന് മൈനസ് ആവണമെങ്കിൽ നടുക്ക് മൈനസ് വരണമെങ്കിൽ വലിയ സംഖ്യ തന്നെ മൈനസ് ആവണം. അപ്പോൾ ചെറിയ സംഖ്യ എന്താവണം? പ്ലസ് ആകണം. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണ്. ഇനി നമുക്ക് കൂട്ടി നോക്കാം. 1 മൈനസ് 2 ഈസ് ഈക്വൽ ടു മൈനസ് 1. അപ്പം നടുക്ക് മൈനസ് 1ഉം അടുത്ത ലാസ്റ്റ് മൈനസ് 2ഉം കിട്ടി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? എക്സ് മൈനസ് 1, അടുത്തെന്താണ് എക്സ് പ്ലസ് 1, അത് പ്ലസ് അല്ലേ? അപ്പോൾ പ്ലസ് 1. അടുത്തെന്താണ് എക്സ് മൈനസ് 2 ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൽഫയും ബീറ്റയും ഗാമയും ഇടുക. എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. ഇതൊരെണ്ണം. ഇനി അടുത്ത് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് 1 അടുത്തതായി. അടുത്തെന്താണ്? എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 എന്നെടുക്കാം. അപ്പോൾ എന്താണ്? എക്സ് ഈക്വൽ ടു 2. അപ്പോൾ 3 ആയി. ഇതെന്താണ്? ഈ ഫസ്റ്റ് വാല്യൂ ആൽഫയാണ്, ഈ സെക്കൻഡ് വാല്യൂ ബീറ്റയാണ്, ഈ തേർഡ് വാല്യൂ ഗാമയാണ്. അപ്പോൾ നമുക്കത് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ക്യൂബ് വെച്ച് കൂട്ടണം. അതായത് ആൽഫയുടെ ക്യൂബ് പ്ലസ് ബീറ്റയുടെ ക്യൂബ് പ്ലസ് ഗാമയുടെ ക്യൂബ്. ആൽഫ എത്രയാണ്? ആൽഫ മൈനസ് 1 ആണ്. ആൽഫ 1 ആണ്. അപ്പോൾ 1 ക്യൂബ് പ്ലസ് ബീറ്റ എന്താണ്? ബീറ്റ -1 ആണ്.
അപ്പോൾ -1ൻ്റെ ക്യൂബ് പ്ലസ് ഗാമ എന്താണ് 2 ആണ്. അപ്പോൾ 2ൻ്റെ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ക്യൂബ് 1 ആണ്. -1ൻ്റെ ഓഡ് പവേഴ്സ് ആണ് എങ്കിൽ അത് -1 ആയിരിക്കും. പ്ലസ് എന്താണ് 2ൻ്റെ ക്യൂബ് 8 ആണ്. ഇത് വെട്ടിപ്പോയാൽ ബാക്കി കിട്ടുന്നത് 8 ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പം താങ്ക് യു.